ഹലോ, എന്താണ് ബായി കേട്ടോ. ഇന്ന് ബായി ചെറിയൊരു പരിപാടി ഉണ്ട്. എന്താ വെച്ചാൽ ഒരു പൂച്ചനെ എടുക്കാൻ വേണ്ടി പോവാണ്, ഒരു പേർഷ്യൻ ക്യാറ്റിനെ. ബാക്കി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് നിങ്ങളോടൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നിയത്. അപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് അങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇതാണ് നമ്മുടെ വീട് കേട്ടോ. അപ്പോൾ അവിടുന്ന് സാധനം വരുന്നത് എവിടെ നിന്നാണ് അറിയോ? വയനാട് നിന്നാണ് വരുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിതങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ കാണുന്നുണ്ടോ ആ തെങ്ങിൻ പറമ്പ്? അതാണ് നമ്മുടെ വളപ്പ്. ആ വളപ്പിലാണ് നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്യൽ. ദേനായിട്ട് പോയിട്ടേ ഈ വഴി കൊണ്ട് ഇറങ്ങാം. അപ്പോൾ വളപ്പുകൾ കണ്ടില്ലേ? ആ വളപ്പിൽ പോയാൽ നമുക്കൊരു പ്രത്യേക എനർജിയാണ്. എന്താ പറയുക, നമുക്ക് ആ കുക്ക് ചെയ്യാനുള്ള മൈൻഡ് തന്നണ്ട് വരും. ഇപ്പോൾ വണ്ടിയിൽ വൈഫും ഉമ്മയും ഒക്കെ ഉണ്ട്. അനിയനാണ് വണ്ടി ഓടിക്കണത്. ഇപ്പോൾ പൂച്ചനെ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഉമ്മയും പെണ്ണോട് കയറി കൂടി വെറുതെ പോവല്ലേ, വണ്ടിയിൽ ഇരിക്കുക. എന്താ ചായ കുടി മെയിന്. ഞാൻ എന്തായാലും ഒരു വലിയ കട നോക്കി നിർത്തിയിട്ട് നല്ല ചായ പിടിക്കും, നല്ല സാപ്പാടാ. അപ്പോൾ ഇവരും അതിനോട് കയറി കൂടിയൊക്കെയാണ്. അതാണ് സംഭവം. അല്ലാണ്ട് പൂച്ചനെ കാണാനും പൂച്ചനെ എടുക്കാനും നല്ല ഇവർ വന്നിക്കണത്. അകമല. ഇത് ഈ സ്ഥലത്തിന്റെ പേര് അകമല എന്നാണ്. കണ്ടോ? ഫ്രണ്ട് സീറ്റ് അത് ഉമ്മാക്കുള്ളതാണ്. അതിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ഡ്രൈവിങ് അനിയനും. അവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കില്ല. എനിക്ക് വണ്ടി ഓടിക്കാൻ മടിയാണ്. ആ വണ്ടി അവർക്കിട്ട് കൊടുക്കും. നമ്മൾ വണ്ടിയുടെ ബാക്കിൽ ചെയ്തിട്ട് നല്ല ഉറക്കവും അല്ലെങ്കിൽ മൊബൈലിൽ കളിക്കുകയും ആണ് നമുക്കിഷ്ടം. ഡ്രൈവിങ് വലിയ താല്പര്യമല്ല. നൈറ്റ് റൈഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. രാത്രി ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ ഒരു പ്രത്യേക സുഖം. ചെറിയ മഴച്ചാറിലുണ്ട് കേട്ടോ. ചെറിയൊരു മഴച്ചാറിൽ തണുത്ത കാറ്റ്. ആ വിൻഡോ സീറ്റിലിങ്ങനെ ആ കാറ്റും കൊണ്ടിട്ട് ഇരിക്കാൻ ഒരു പ്രത്യേക വൈബാണ്. നമ്മളിപ്പോൾ അങ്ങനെ എടാ എന്താ അവിടെ ഒരു മണം, നല്ല മണം ഉണ്ടല്ലോ. മുട്ട പൊരിച്ചതല്ല, എണ്ണക്കടിയാണ്. നല്ലൊരു മണം വന്നിട്ടോ കേസ്. നല്ല മണം. അയ്യോ, നമുക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ഇറക്കാം കേട്ടോ. ചായയും കടി അവിടുന്ന്, ഇന്നത്തെ ചായയും കടി അവിടെ ഫിക്സ് ആക്കാം. വേറെ എവിടെയെങ്കിലും കണ്ട അവിടെ നിർത്തിട്ടോ, ഞാൻ അത് വേറെ കാര്യം. അപ്പോൾ നമ്മളങ്ങനെ ഊത്രാളി എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം ഇതുണ്ടോ ഈ അമ്പലം? അറിയാം നിങ്ങൾക്ക്? എന്താണ് നമ്മുടെ വളരെ പ്രശസ്ത ഊത്രാളി കാവ് അമ്പലം. വെടിക്കെട്ട് ഒരു രക്ഷയാത വെടിക്കെട്ട്. പിന്നെ ആ അമ്പലത്തിൻ്റെ ബാക്കിൽ ഒരു റെയിൽപാളുണ്ട്. ഈ വെടിക്കെട്ട് നടക്കുമ്പോൾ ഒരു ട്രെയിനും പോവും. ഒരു നല്ല ഭംഗിയെ കാണാൻ. ഈ വെറുതെ ഒരു മിനിറ്റ് പൊട്ടുമ്പോൾ ട്രെയിന് പോകലുണ്ട് കേട്ടോ. ഇല്ല, എല്ലാ ട്രെയിനും പിടിച്ചേക്കില്ല. എല്ലാ ട്രെയിനും പിടിച്ചേക്കില്ല. ചില ട്രെയിനുകൾ പിടിച്ചേക്കലുണ്ട്. ഫാസ്റ്റായിട്ട് പോകുന്ന ട്രെയിനുകൾ മാത്രമാണ് പിടിച്ചു നിർത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞോ. അവിടെ വെടിക്കെട്ട് നടത്തുമ്പോൾ ട്രെയിന് ബാക്ക് കൂടെ പോയില്ല എന്നാണ് അനിയൻ പറയണത്. പോകുന്ന ഞാൻ പറയണത്. അത് നിങ്ങൾക്ക് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെന്തായാലും ഇവർക്ക് തെളിയിച്ചു കൊടുക്കണം. അതുപോലെ മഴ പെയ്യുമ്പോൾ പ്രത്യേക ഭംഗി അവിടെ. അത് നിങ്ങൾ കാണണം. അത് നിങ്ങൾ മഴക്കാലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ ആ പാടം കണ്ടോ, ആ 4 പുറമുള്ള പാടൊക്കെ നിറഞ്ഞ് ആ നടുവ് കൂടെ ഒരു വഴി. അതൊരു പ്രത്യേക വൈബായിരുന്നു ഊത്രാളിക്കാവ് അമ്പലം. കണ്ടോ, നമ്മൾ ഒരു വൈബിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര. അപ്പോൾ ഒരാൾ സിനിമ കാണും മൊബൈലിൽ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട്. നമ്മൾ ഡിസ്റ്റർബൻസ് ആയി വെച്ചിട്ട് അവൾ ഹെഡ്സെറ്റൊക്കെ അതുവരെ ചാർജ് ചെയ്യാത്ത ഹെഡ്സെറ്റ് ചാർജ് ചെയ്തിട്ട് എടുത്തിട്ട് വന്നേക്കുക. എന്നിട്ട് അത് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇത് കാണാം, സിനിമ കാണാം. എന്താ ചെയ്യുക? ഇതൊക്കെ ഒരു വൈബിൽ നമ്മൾ വർത്താനം പറഞ്ഞ് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് ചെറിയ ഒരു പാട്ടൊക്കെ വെച്ച് ചില്ലായിട്ട് പോകണ്ടേ. സിനിമ ആണ് എന്തായാലും.
പക്ഷേ നമ്മൾ ചുറ്റൂറുമുള്ള ഉണ്ടോ നല്ല നല്ല പെൺകുട്ടികളുണ്ടാവും. ചുറ്റൂറൊക്കെ പോകുമ്പോൾ അതൊക്കെ നോക്കണം നമ്മൾ. വേണ്ട പിടിക്കണ്ട, ഇല്ല നോക്കണില്ല, നിർത്തി. പെണ്ണുകൾ പറഞ്ഞപ്പോഴേ ബാഗിൽ പിടിക്കുക, എന്താ ചെയ്യുക. കൺട്രോളുണ്ട് നല്ല കൺട്രോളാണ്. അങ്ങനെ വടക്കാഞ്ചേരി എത്തിട്ടോ. വടക്കാഞ്ചേരി കഴിഞ്ഞു. പണ്ടത്തെ ഡിവൈൻ ഹോസ്പിറ്റലാണത്. ആ ഉള്ളിൽ കണ്ടില്ലേ, പണ്ടത്തെ ഡിവൈൻ ഹോസ്പിറ്റലാണ്. എൻ്റെ അമ്മ എന്നെ അവിടെ എത്ര പ്രസവിച്ചത്. എന്താ ചെയ്യുക, നല്ല ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോൾ പൂട്ടി, ഇപ്പോൾ വേറെ ഏതോ ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ നമ്മുടെ ഡ്രീം വണ്ടിയാണത്. ഡ്രീം വണ്ടി സ്കോർപ്പിയോ. ഒരു പ്രത്യേക മുഹബത്താണ് നമുക്ക് സ്കോർപ്പിയോനോട്. നമുക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു, എന്തോ നമ്മുടെ കയ്യിലിരിപ്പോണ്ട് അതുകൊണ്ട് വിറ്റു. കയ്യിലിരിപ്പോണ്ട് വിറ്റതാ. പൈസ കൊണ്ട് കുറച്ച് കളിച്ച് കയ്യിലെ കായ് കൊണ്ട് പോയി. പക്ഷേ അതാ എടുക്കണേ നമുക്ക് അറിയണം അല്ലേ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായി നമ്മൾ എടുക്കും. അത് സ്കോർപ്പിയോ. അതിൽ പോണൊരു എടാ എന്താടാ അത്, ആംബുലൻസ് ഫ്രണ്ട് നിന്നല്ലേ. ഇപ്പോൾ ക്രിസ്മസിൻ്റെ വരവ് അറിയിച്ചു കേട്ടോ. കടകളിലൊക്കെ ഫുൾ സ്റ്റാറുകളായി. ഫുൾ സ്റ്റാറും ക്രിസ്മസിൻ്റെ സാധനങ്ങളും. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്കോർപ്പിയോ, മഹീന്ദ്രയുടെ സ്കോർപ്പിയോ ടർബോ എൻജിന്. അതിൽ പോകേണ്ട ഒരു ഫീൽ ഉണ്ടല്ലോ. നമ്മളൊരു എന്താ പറയുക, പണ്ടത്തെ സിനിമയിൽ, തമിഴ് സിനിമയിൽ വില്ലന്മാർ വരില്ലേ, പാടിടേ പറഞ്ഞിട്ട് വാളൊക്കെ എടുത്തിട്ട് വരില്ലേ, അതേപോലെ നല്ലൊരു വൈബാർന്ന വണ്ടിയിൽ പോകാൻ. അധികം ഒരു കൊല്ലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എടുത്തിട്ട് കൊടുത്തു എടുക്കണേ നമുക്ക്. ഒരു എന്താ പറയുക, എവിടെ സ്കോർപ്പിയോ കണ്ടാലും കുറച്ച് നേരം നോക്കിപ്പോയി. ഇതുണ്ടോ സെക്കൻഡ്, രണ്ടാമത്തെ സ്കോർപ്പിയോ. വണ്ടിയിൽ കയറിയിട്ട് സ്കോർപ്പിയോയുടെ മഹിമ പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് സ്കോർപ്പിയോള് എന്തല്ലേ നമ്മൾ എടുക്കും തോന്നുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർത്തമാനം സംസാരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടികൾ വരുമ്പോൾ ചില പണ്ടത്തെ ആൾക്കാർ പറയില്ലേ, നിനക്ക് 100 ആയുസാണ് ഇപ്പം പറഞ്ഞുള്ളൂ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തിട്ടോ. തൃശ്ശൂർക്ക് എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ മണ്ണുത്തിയിൽ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്. മണ്ണുത്തിയിൽ ഒരു ഭാഗത്താണ് അവർ വണ്ടി വന്ന് നിർത്തുക. അപ്പോൾ അവിടുന്ന് നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മൾ തൃശ്ശൂർ റൗണ്ട് കയറാൻ പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റൗണ്ട് കയറാൻ പോകട്ടോ. എല്ലാവരും പറയണ പോലെ തൃശ്ശൂർ റൗണ്ട് അതൊരു വികാരമാണ്. നല്ല എന്താ പറയുക, പൂരങ്ങളുടെ നാട്. എക്സ്പോ ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം. ഇപ്പോൾ നേരത്തെ വന്നിട്ട് തോന്നുന്നു. നമ്മളിതാ റൗണ്ട് കയറാൻ പോവാണ്. റൗണ്ട് കയറി ആ ബസ്സിൻ്റെ വരവ് കണ്ടോ ബസ്സേര് അടിപൊളിയാണ്. ബസ്സേര അടിപൊളിയാണ്. ബസ്സേരെ വരവ് കണ്ടാൽ നമ്മൾ മാറിക്കൊടുക്കുക, അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതാണ് നമ്മുടെ നെഹ്റു പാർക്ക്. അപ്പോൾ നമ്മൾ ഇനി പോണത് ശക്തൻ സ്റ്റാൻഡിലേക്കാണ്. ശക്തൻ സ്റ്റാൻഡ്, മാർക്കറ്റ്. പണ്ടൊക്കെ പെറ്റ്സിനെ മേടിക്കണേ, പ്രാവ്, ലവ് ബേർഡ്സ്, അതിൻ്റെയൊക്കെ പ്രാന്തുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതിനെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നത് ശക്തൻ സ്റ്റാൻഡിലേക്കാണ്. ശക്തൻ സ്റ്റാൻഡിൻ്റെ മാർക്കറ്റ്. കുറേ കടകളുണ്ടായിരുന്നു, കിളികൾ, മീൻ. പണ്ട് ഇവിടേക്കാണ് വന്നിരുന്നത്. പ്രാവിന്, ലവ് ബേർഡ്സിനൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് മേടിച്ച് പോയിരുന്നത്. തൃശ്ശൂരെത്തി. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ മണ്ണുത്തിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തണുത്ത കാറ്റ്. ഓ, ഇവിടെ ഒരാൾ ഉറങ്ങിയിട്ടോ. നല്ല ഉറക്ക. അപ്പുറത്ത് നല്ല ഉറക്ക. നമുക്ക് ഒരു 3 കിലോമീറ്റർ കൂടി പോകണം. 3 കിലോമീറ്റർ കൂടി പോയാൽ
നമ്മൾ ആ വണ്ടി വരുന്ന സ്റ്റോപ്പിലെത്തും. നമ്മളേ അവർ പറഞ്ഞ സ്ഥലം കല്ലട ബാർ എന്നാണ് പറഞ്ഞത്, അടയാളം പറഞ്ഞത്. നമ്മളത് നോക്കി വന്നതാ. നോക്കുമ്പോൾ വഴിയും തെറ്റി. അവരൊക്കെ കുറച്ചുകൂടി ദൂരെ നമ്മൾ മുന്നേ വന്നു നിന്നു. ഇനിയിപ്പോൾ അവരെ വണ്ടി വരാൻ വേണ്ടി കാത്തിക്കുക. സാധനം കൈ കിട്ടിയിട്ടുണ്ട്. വണ്ടി പോയിട്ടോ, നമുക്ക് വീട്ടിൽ പോയിട്ട് തുറക്കാം. ഇവിടെ നിന്ന് തുറന്നാൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയുള്ളൂ. അപ്പോൾ വീട്ടിൽ പോയിട്ട് തുറന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ കിറ്റൻസ് എടുക്കാൻ വന്നു പറഞ്ഞില്ലേ, സംഭവം എന്താണെന്നറിയോ? നമ്മുടെ ഒരു സൈഡ് ബിസിനസ്സാണ് പേർഷ്യൻ പൂച്ചകളുടെ വിൽപ്പന. നമ്മൾ ബൾക്കായിട്ട് എടുക്കും, എന്നാൽ സിംഗിളായിട്ട് ഇങ്ങനെ സെയിൽ ചെയ്യും. കാറ്റഗറിയും ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ കിറ്റൻസ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് വന്ന ബാച്ച് നാല് കിറ്റൻസ് ഉണ്ട്. ഇപ്പോൾ വയനാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ന് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് എത്തി കേട്ടോ. ഇവിടെ നമുക്ക് തുറന്നു നോക്കാം, ഉള്ളിൽ നിന്ന് തുറന്നു നോക്കാം, അല്ലെങ്കിൽ ഓടിയുള്ളൂ. ഇതാണ് നമ്മുടെ പൂജോട്ടി കേട്ടോ. നല്ല സുന്ദര കുട്ടപ്പന്മാരും കുട്ടപ്പികളും ഉണ്ടോ. ഇതാണ് നമ്മുടെ പരിപാടി, നമ്മുടെ ചെറിയ സൈഡ് ബിസിനസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ്. ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും.